Good morning, students. Welcome to your biology class. In the previous class, we studied so many things about different types of diseases, right? We studied 4 types of diseases: chronic disease, acute disease, infectious disease, and non-infectious disease. In the last session of previous class, we discussed about the causes of diseases. In our new session, we are going to study in detail about what is infectious disease and what are the agents which cause infectious disease. Okay, let's get into the class. Okay, children, in this class we are going to deal with in detail about infectious disease. You know that what is infectious diseases, right? The spreading, right? ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ആളിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരാളിലൂടെ വാട്ടർ, എയർ, ഫുഡ്, വെക്ടേഴ്സ്, ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് സെക്ഷൽ കോണ്ടാക്ട് ഈ പറയുന്ന രീതിയിൽ സ്പ്രെഡാകുന്ന ഡിസീസസിനെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്, അല്ലേ? ഇത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. യെസ്, ഓക്കെ. So, the disease which is spread from an infected person to a normal person through different ways, right? Water, air, vectors, and through contact, physical contact, sexual contact, and some agents are also responsible for the spreading of infectious disease. Okay, such agents are called infectious agents. Or children, infectious agents. The agents which cause infectious disease are called pathogens. These are virus, bacteria, fungi, protozoan, and worms. Okay, the agents which cause infectious disease. Infectious disease ഇങ്ങനെ സ്പ്രെഡ് ആകുന്ന തരത്തിലുള്ള ഡിസീസ് ഉണ്ടാക്കുന്ന ഏജൻസിനെ, അവരെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഏജൻസ് അഥവാ പാത്തോജൻ എന്ന് പറയുന്നത്. ഹൂ ഈസ് പാത്തോജൻ? ദി ഇൻഫെക്ഷ്യസ് ഏജൻസ് വിച്ച് കോസ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഓക്കെ, ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻറ്റുകളെയാണ് നമ്മൾ പാത്തോജൻ എന്ന് പറയുന്നത്. ഇനി ഈ ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? LIC ഏജൻറ്റ് പോലുള്ള ആരെങ്കിലും ആണോ? അല്ല, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദേ ആർ സം ഓർഗാനിസംസ്. ചില ഓർഗാനിസംസ് ആണ് ഈ ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സച്ച് ആസ് വൈറസ്. വൈറസ് വിൽ കോസ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഓർ ഇൻഫെക്ഷ്യസ് ഡിസീസ് ലൈക്ക് കൊറോണ, അല്ലേ? കൊറോണ വൈറസ് ആണ് അല്ലേ ഉണ്ടാക്കുന്നത്, COVID-19. യെസ്, സോ വൈറസ് is an example for the pathogen or the infectious agent, and bacteria is another disease which cause several communicable disease in human beings. Then fungi will also cause some sort of infectious disease. പല തരത്തിലുള്ള സ്കിൻ റാഷസും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഡിസീസ് കണ്ടിട്ടില്ലേ? അതെല്ലാം ഫംഗസ് ഒക്കെ കോസ് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. സോ അതും കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്ന ഡിസീസാണ്. സോ ഫംഗസ് ഇസ് ഓൾസോ ആക്ട് ആസ് ആൻ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഓർ പാത്തോജൻ. Then protozoan. Protozoan is a group of organism which consist of worms. Human intestine, നമ്മുടെ മനുഷ്യന്മാരുടെ കുടലിൻ്റെ അകത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രോട്ടോസോവൻസ് ഇൻഹാബിറ്റ് ചെയ്യുകയും കയറി കൂടുകയും അവിടെ വന്ന് പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് ട്രാക്ട് പ്രോബ്ലംസും ഡിസീസസും ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ പ്രോട്ടോസോവൻസ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫൻ കേസസിലും പ്രോട്ടോസോവൻ ഡിസീസസ് ആർ ഓൾസോ കമ്മ്യൂണിക്കബിൾ. That means will spread from an infectious person to an healthy person. Okay, children? So protozoans are also considered as a pathogen. Then next is the worms. Worms. Okay, worms also cause some infectious disease. So what we studied, children? What is infectious agent is? അല്ലേ? ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് രോഗമുള്ള ഒരാളിൽ നിന്നും രോഗമില്ലാത്ത പൂർണ്ണ ആരോഗ്യവാനായ ഒരാളിലേക്ക് പരക്കുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്, അല്ലേ? യെസ്. ദെൻ സച്ച് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആർ caused by some infectious agents
Such agents are called pathogens. What children? Pathogens. Examples for pathogen are viruses, bacteria, fungi, protozoan and worms. Okay children, under the heading infectious agents, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു വലിയ പാരാഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് ഞാൻ ഈ ടേബിളിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ളത്. യു ക്യാൻ സ്റ്റഡി ദിസ് ഓർ യു ക്യാൻ റീഡ് ദി ടെക്സ്റ്റ്. ഓക്കെ, കുറച്ചുകൂടി ഫർദർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻഡ് നോട്ട്സാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്യാം. അല്ല വെച്ചാൽ നമ്മളുടെ ഈ സ്ലൈഡുകൾ തന്നെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് എഴുതിയെടുക്കാം ചിൽഡ്രൻ. There are so many infectious agents like virus, bacteria, fungi, protozoan, worms, right? Yes, each of these agents will cause different types of infectious disease. Let's check. First, viruses. Virus is the infectious agent. Virus will cause some disease like common cold, influenza, measles, mumps, chickenpox, AIDS, hepatitis B, etc. So these are the diseases which is caused by viruses. Children, you have to study this table. So virus cause some infectious disease like common cold, influenza, measles, mumps, chickenpox, AIDS and hepatitis B, etc. Okay, etc. That means there are furthermore diseases are there which is caused by our virus. Okay, corona is one of them. Then next infectious agent is the bacteria. Bacteria cause some infectious disease called cholera, typhoid, tuberculosis, tetanus, anthrax. Anthrax is an animal disease. Okay, animalsilum ee anthrax varam. Bacteria കാരണം ആന്ത്രാക്സ് ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ ആനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഡിസീസാണ് കേട്ടോ, ആന്ത്രാക്സ്. ദെൻ ഫുഡ് പോയ്സണിങ്, അത് നമുക്ക് ലൈഫിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ളൊരു കണ്ടീഷനായിരിക്കും ഫുഡ് പോയ്സണിങ്. നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം ചിലപ്പോൾ നമുക്ക് പറ്റില്ല, ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എങ്ങാണ്ടൊക്കെ കഴിക്കുമ്പം നമ്മളുടെ സ്റ്റൊമക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫുഡ് പോയ്സണിങ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ബാക്ടീരിയ. ഓക്കെ ചിൽഡ്രൻ, സോ some infectious disease which is caused by bacteria are cholera, typhoid, tuberculosis, tetanus, anthrax, food poisoning, etc. Okay, then next infectious agent is the fungi. Fungi most often cause infectious disease related to skin. Okay, most cases അവർ സ്കിൻ ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാക്കുക. ഫംഗസുകൾ കേട്ടിട്ടില്ലേ? ഫംഗൽ ഇൻഫെക്ഷൻ പല ഫംഗസുകൾ, കാൻഡിഡ എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ട്. ദാറ്റ് വിൽ കോസ് സിവിയർ ഫംഗൽ ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, അപ്പോൾ ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ് മോസ്റ്റ് കേസസിലും സ്കിൻ ഇൻഫെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ സ്കിൻ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച ഡ്രസ്സ് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ടവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്ന സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഉപയോഗിച്ചാൽ ഡെഫിനറ്റ്ലി ഇല്ലാത്ത ആൾക്കും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ ഫംഗസ്. ഓക്കെ ചിൽഡ്രൻ, ദെൻ നെക്സ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഈസ് ദി പ്രോട്ടോസോവൻ. Protozoan cause some diseases like മലേറിയ യു നോ അല്ലേ, ഒരു ടൈപ്പ് ഓഫ് ഫീവർ ആണ് അല്ലേ മലേറിയ. ദെൻ കാലാസർ, ഒരു തരം പ്രോട്ടോസോവനാണ് ഈ കാലാസർ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. അത് മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലീൻ, അതുപോലെ തന്നെ നമ്മുടെ ലിവർ, ദെൻ ബോൺ മാരോ. ഇവിടെ ഈ പറയുന്ന റീജിയൻസിനാണ് ഏറ്റവും കൂടുതൽ അത് ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. കാലാസർ ഈസ് അതർവൈസ് നോൺ ആസ് ബ്ലാക്ക് ഫീവർ. ഓക്കെ, ഈ ബ്ലാക്ക് ഫീവർ എന്നാണ് ഈ കാലാസർ എന്ന് പറയുന്ന ഡിസീസസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര്. ഇത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്പ്ലീൻ, അതുപോലെ ലിവർ, ബോൺ മാരോ ഇതിനെയൊക്കെ കാര്യമായി അഫക്റ്റ് ചെയ്യുന്ന ഒരു തരം ഡിസീസാണ് കാലാസർ. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫീവർ ഉണ്ടായിരിക്കും, വെയ്റ്റ് ലോസ് ഉണ്ടായിരിക്കും, സ്കിന്നൊക്കെ ഭയങ്കരമായി ഡാർക്കൻ ആവും. ചില ആൾക്കാർക്ക് ഈ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല.
ഓക്കെ, ഒരു കാല അസർ ഇൻഫെക്റ്റഡ് പേഴ്സണെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ബോഡി അധികം തടി ഉണ്ടാവില്ല, പക്ഷെ വയറ് ഇങ്ങനെ നല്ല തള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, കുട വയറ് പോലെ ഉണ്ടായിരിക്കും. ഒരു അബ്നോർമൽ ഒരു ബോഡി സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാല അസർ എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ഡിസീസ് ഉണ്ടാക്കുന്നത്. ദെൻ അടുത്തത് അമീബോയിക് ഡിസെൻട്രി. ഓക്കെ, ദെൻ അടുത്ത സ്ലീപ്പിംഗ് സിക്നസ്. സോ ദീസ് ആർ ദ ഡിസീസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവൻ. ഓക്കെ, ഈ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഈ പ്രോട്ടോസോവൻസ് കാരണം ഉണ്ടാക്കുന്ന, നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള പ്രോട്ടോസോവൻസ് കയറുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ് ചെറിയ രീതിയിലുള്ള പനി, അതുപോലെ തന്നെ തലവേദന, ഇതൊക്കെയാണ് ഉണ്ടാവുക. ഹെഡ് ഏക്ക്, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും, ദെൻ ഇച്ചിങ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് കെയർ ചെയ്യാതെ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് വരെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാ കാര്യത്തിലും കൺഫ്യൂഷൻ വരും, നമുക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം മെൻ്റലി നമ്മൾ ഭയങ്കര വീക്കായി പോവും. അതെല്ലാം ഈ സ്ലീപ്പിംഗ് സിക്നസ്സിൽ വരുന്നതാണ്. ദെൻ ഈ പ്രോട്ടോസോവൻ കോസ് ചെയ്യുന്ന അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിന്, അതായത് ഇൻറ്റസ്റ്റൈനിനൊക്കെ ബാധിക്കുന്ന ഒരു തരം ഡിസീസാണ്. എ പ്രോട്ടോസോവൻ കോൾഡ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ഞാൻ പറയുകയാണ് ജസ്റ്റ്. പ്രോട്ടോസോവൻ ഒരു പ്രോട്ടോസോവനാണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ഒരു വേം ആണ്. ഈ വേം നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൊക്കെ കയറിക്കൂടി നമ്മുടെ ഇൻറ്റസ്റ്റൈനിൻ്റെ പ്രവർത്തനത്തിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു തരം ഡിസീസാണ് അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, ഐ കാൻ മൂവ് ദി കഴ്സർ at the bottom. Okay, so just listen. The fifth one, worm, infectious agent called worm. Worms cause some infectious disease like intestinal infection, elephantiasis, etc. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഈ വേംസ് കാരണം നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന സോ മെനി പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറും. അതായത് ഒരാളുടെ ഇൻറ്റസ്റ്റൈനിൽ ഇങ്ങനെ പ്രോബ്ലംസ് വരിക, എന്നിട്ട് അയാളുടെ എക്സ്ക്രീറ്റ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഹെൽത്തി പേഴ്സണിൻ്റെ കോണ്ടാക്റ്റിൽ വരികയോ കയ്യിലോ കാലിലൊക്കെ പറ്റുമ്പം ഈ പറയുന്ന വേംസ് ആ ഇൻഡിവിജ്വലിൻ്റെ ബോഡിയിലേക്ക് കയറും. ദെൻ സെയിം ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂ അവർക്കും ഉണ്ടാക്കും. അതാണ് ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? നമ്മുടെ കുടലിൽ ഈ വേംസ് കയറിയിട്ട് കുടലിൽ നമ്മുടെ ഭക്ഷണം ദഹിച്ച് അത് വേസ്റ്റായിട്ട് പുറത്തേക്ക് പോകില്ലേ, അപ്പോൾ ആ വേസ്റ്റിലൊക്കെ ഈ വേംസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ളൊരു സാനിറ്റേഷനൊന്നും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഈ എക്സ്ക്രീഷൻ നടത്തിയാൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ബെയർ ഫൂട്ടഡ് ആയിട്ട് ചെരുപ്പിടാതെ പുറത്തു കൂടെ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ആ എക്സ്ക്രീറ്റ് കലർന്ന വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കാലിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വേം വിൽ എൻ്റർ ഇൻ ടു അവർ ബോഡി. ദെൻ സെയിം ഇഷ്യൂ വിൽ റിപ്പീറ്റ് ഇൻ അവർ ബോഡി ഓൾസോ. ഓക്കെ, in page number 181 there is some pictures of some infectious agents. So the first picture, here comes the SARS virus. സാൾസ് എന്ന് പറയുന്ന ഒരു തരം വൈറസിൻ്റെ ഇമേജാണ്. ഒരു ഇൻഫെക്റ്റഡ് സെല്ലിൻ്റെ അകത്തു നിന്നും അത് പുറത്തേക്ക് വരുന്ന ഇമേജാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ആ ക്രീം കളർ ഡോട്ട്സ് കണ്ടോ, ദാറ്റ് ഈസ് ദി വൈറസ്, സാൾസ് വൈറസ്. ഓക്കെ, ദെൻ ദി നെക്സ്റ്റ് ഇമേജ് ഈസ് ദി സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ. ഓക്കെ, ഇതൊരു ബാക്ടീരിയ ആണ്, സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഓക്കെ, ദെൻ ദിസ് വൺ ഇസ് എ ട്രൈഫനോസോമ. ഓക്കെ, ദിസ് ഈസ് എ പ്രോട്ടോസോവൻ ട്രൈഫനോസോമ. ആൻഡ് നമ്മളതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു അല്ലേ, കാല അസർ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്ന ഒരാളെ പറ്റിയിട്ട്, ഒരു പ്രോട്ടോസോവനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. ദിസ് ഇസ് ദി പ്രോട്ടോസോവൻ. ലീഷ്മാനിയ എന്നാണ് ആ പ്രോട്ടോസോവൻ്റെ പേര്, ആ ജീവിയുടെ പേര് ലീഷ്മാനിയ എന്നാണ്. ദിസ് ലീഷ്മാനിയ കോസ് ദി ഡിസീസ് കാല അസർ. ഓക്കെ, ദിസ് ഈസ് ദി ഇമേജ് ഓഫ് ലീഷ്മാനിയ. ആൻഡ് ദി ലാസ്റ്റ് ഇമേജ് കംസ് ദി വേം. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ വേം, ദിസ് ഈസ് എ വേം കോൾഡ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. ഓക്കെ, അസ്കാരിസ് ലുംബ്രിക്കോയിഡ് എന്ന് പറയുന്ന ഒരു വേമാണിത്. ഈ വേം നമ്മളുടെ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിലൊക്കെ കാണൂട്ടോ, ഒരുപാട് ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വേമാണ് അസ്കാരിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഫെക്ഷ്യസ് ഏജൻസിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മളിപ്പോൾ കണ്ടു അല്ലേ. സാൾസ് വൈറസ്,
is an example for virus, infectious agent. Then bacteria, staphylococcus, it is an example for bacterial infectious agent. Then നമ്മൾ 2 പ്രോട്ടോസോവൻസിനെയാണ് പരിചയപ്പെട്ടത്. ട്രൈഫനോസോമ, ഇറ്റ് ഈസ് ഓൾസോ എ പ്രോട്ടോസോവൻ, ആൻഡ് ലെഷ്മാനിയ, ഇറ്റ് ഈസ് എ പ്രോട്ടോസോവൻ വിച്ച് കോസ് ഡിസീസ് കോൾഡ് കാലാസർ അല്ലേ. ഇതെല്ലാം പ്രോട്ടോസോവൻ എക്സാമ്പിളാണ്. ദെൻ വേംസിന് എക്സാമ്പിളാണ് റൗണ്ട് വേം ഓർ ദി അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. ഓക്കെ, അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിനെ നമ്മൾ കോമൺലി വിളിക്കുന്നത് റൗണ്ട് വേം എന്നാണ്. ബിക്കോസ് due to its appearance, it will cause some infections in the intestine of human beings. Okay, the next heading is the means of spread of infectious disease. How and in which way the infectious diseases are spread? Yes, we know it will spread through water, air, food, vectors and physical contacts and sexual contact, right? ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ഒന്നുകൂടി നമ്മൾ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം ഡിസീസസ് ആണ് സ്പ്രെഡ് ആവുന്നത് എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പറയുന്നത്. സോ ദ ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്പ്രെഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു എ ഹെൽത്തി പേഴ്സൺ ത്രൂ എയർ, വാട്ടർ, ഫുഡ്, വെക്ടർ, ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് ദ സെക്ഷുവൽ കോണ്ടാക്ട്. ദെൻ ഫസ്റ്റ് വേ ത്രൂ എയർ. ഓക്കെ, how the infectious disease spread through air and which diseases spread through air. The first disease is the common cold. There is a small spelling mistake here. Cold, not cold. It is cold. Okay. സാധാരണ ജലദോഷ പനീനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എയറിലൂടെ പകരുന്ന ഒരു ഡിസീസാണ് കോമൺ കോൾഡ് എന്ന് പറയുന്നത്. ദെൻ ട്യൂബർക്ലോസിസ്, TB എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. യെസ്, ദാറ്റ് ഈസ് ദി ട്യൂബർക്ലോസിസ്. ആൻഡ് pneumonia, etc. So these are the disease spread through air. Then now our corona. യെസ്, കൊറോണ എന്ന് പറയുന്ന ആ ഒരു വൈറൽ ഡിസീസ് സ്പ്രെഡ് ആവുന്നതും എന്താണ്, പേഷ്യൻറ്റിൻ്റെ ഡ്രോപ്ലെറ്റ്സ് കൂടെയാണ് അല്ലേ. വെൻ ദ പേഴ്സൺ സ്നീസ് ഓർ വെൻ ദി പേഴ്സൺ ജസ്റ്റ് കഫ്, these fine droplets from his mouth and nose will spread into the air, right? In the air current, ആ എയറിൽ കൂടെ എന്താണ് ഈ ഡ്രോപ്ലെറ്റ്സ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ശരീരത്തിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ സ്പ്രെഡ്. സോ അങ്ങനെയാണ് എയറിലൂടെ ഡിസീസ് സ്പ്രെഡ് ആവുന്നത്. അങ്ങനെ എയറിലൂടെ സ്പ്രെഡ് ആവുന്ന ഡിസീസുകളാണ് കോമൺ കോൾഡ്, ട്യൂബർക്ലോസിസ്, ന്യൂമോണിയ, എക്സെട്ര. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ, അടുത്ത ഒരു ഫ്രണ്ടിന് ഒരു ചെറിയ ജലദോഷ പനി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം അവരുടെ അടുത്തൊന്ന് പോയിട്ട് ഒന്ന് മിങ്കിൾ ചെയ്താൽ മതി അല്ലേ. വെരി നെക്സ്റ്റ് ഡേ നമുക്കും അതിൻ്റെ സിംറ്റംസ് കാണും, നമുക്കും സെയിം കാര്യം പിടിക്കും. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ത്രൂ ദി എയർ. ഓക്കെ ചിൽഡ്രൻ. അതുപോലെ നല്ല തിരക്കുള്ള സ്ഥലങ്ങൾ, ഹൈലി ക്രൗഡഡ് ഏരിയാസ് ആൻഡ് ലെസ് വെന്റിലേറ്റഡ് റൂംസ്. ഓക്കെ, അധികം വെന്റിലേഷൻ, കാറ്റൊന്നും കടക്കാത്ത റൂമുകളിലൊക്കെ, ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് ഈസി ആയിട്ട് എയറിലൂടെ പരക്കാം. ഓക്കെ, ഹിയർ ദർ ഈസ് എ പിക്ചർ ഇൻ യുവർ ടെക്സ്റ്റ് ഇൻ പേജ് നമ്പർ 183. ദിസ് ഈസ് എ പേഴ്സൺ വിത്ത് സം ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിലുള്ള ഒരാളാണ്. അയാൾ സ്നീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ തുമ്മുമ്പോഴൊക്കെ അയാളുടെ വായിൽ നിന്നും പോകുന്ന ഡ്രോപ്ലെറ്റുകളുടെ ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം വലിയ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന തുള്ളികളൊക്കെ അപ്പോൾ തന്നെ ഇതാ ഏകദേശം ഒരു 2 മീറ്ററിൻ്റെ അകത്ത് തന്നെ നിലത്ത് സെറ്റിൽ ഡൗൺ ചെയ്തോളും. അതിനെക്കൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. ബട്ട് സം ഡ്രോപ്ലെറ്റ്സ്, വളരെ ഫൈനായിട്ടുള്ള കണ്ണിന് കാണാൻ പറ്റാത്ത ഡ്രോപ്ലെറ്റ്സ് എന്താ ചെയ്യുക? ഇറ്റ് വിൽ ഗോ, നോക്കൂ, ബിയോണ്ട് 2 മീറ്ററിനേക്കാളും അപ്പുറത്തേക്ക് അത് സ്പ്രെഡ് ആവാം. ഓക്കെ, സം ഡ്രോപ്ലെറ്റ്സ്, ചില അതിനേക്കാളും ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആണ് വെച്ചാൽ എന്താണ്, കാറ്റടിക്കുമ്പം അത് ഒരു 4 മീറ്റർ വരെയൊക്കെ പോവാം. അതിനപ്പുറത്തേക്കും കണ്ടോ സം ഡ്രോപ്ലെറ്റ്സ് ആർ ഗോയിങ്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളൊരു ആളിൽ നിന്നും 2 മീറ്റർ എങ്കിലും മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതിലുള്ള എന്താണ് അതിൻ്റെ ഇതൊന്നും മനസ്സിലായില്ലേ? സീക്രട്ട് എന്താണെന്ന് മനസ്സിലായില്ലേ? സം ഡ്രോപ്ലെറ്റ്സ്, ഫൈൻ ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് 4 മീറ്ററിനെക്കാട്ടിലും അപ്പുറം എന്താണ് പോയി വീഴാം. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിന് അകത്താണ് നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് സിക്ക്. ഓക്കെ ചിൽഡ്രൻ, ദാറ്റ് ഈസ് ദി തിങ് in the infectious disease spread through air. And next one is the spreading method through water.
വാട്ടറിലൂടെ ഉള്ള സ്പ്രെഡിങ് ആണ്. ഡിസീസ് ലൈക്ക് കോളറ, അമീബിക് ഡിസെൻട്രി സ്പ്രെഡ് ത്രൂ വാട്ടർ. ഓക്കെ, സോ ഡിസീസ് ലൈക്ക് കോളറ, അമീബിക് ഡിസെൻട്രി സ്പ്രെഡ് ത്രൂ വാട്ടർ. ഞാൻ പറഞ്ഞു അല്ലേ, ഈ പറയുന്ന അസുഖങ്ങളൊക്കെയുള്ള ആളുകൾ എവിടെയെങ്കിലുമൊക്കെ പ്രോപ്പർ ഒരു ഗുഡ് സാനിറ്റേഷൻ ഇല്ലാതെ ഒരു ഓപ്പൺ പ്ലേസിലെങ്ങാനും എക്സ്ക്രീഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ നമ്മൾ ഏതിലൂടെയൊക്കെയെങ്കിലും ബെയർ ഫൂട്ടഡായിട്ട് ചെരുപ്പിടാതെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ പറ്റുകയോ അല്ലെങ്കിൽ അത് കലങ്ങിയ വെള്ളം നമ്മളുടെ കാലിൽ പറ്റുകയോ ഒക്കെ ചെയ്താൽ അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റിലുള്ള ഈ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഏജൻസ് അത് നമ്മുടെ ബോഡിയിൽ കയറുകയും നമുക്ക് ഈ പറയുന്ന ഡിസീസസ് ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, സോ ദി ഡിസീസ് ലൈക്ക് കോളറ ആൻഡ് അമീബിക് ഡിസെൻട്രി സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. ഓക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയാണിത് സ്പ്രെഡ് ആവുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഡിസീസ്ഡ് ആയിട്ടുള്ള ആൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിലൊന്നല്ല എക്സ്ക്രീഷൻ നടത്തിയത് വെച്ചാൽ അത് എങ്ങാനും നമ്മളുടെ ഒരു ഭാഗ്യക്കേടിന് നമ്മൾ നടക്കുന്ന വഴിയിലോ അല്ലെങ്കിൽ അത് മിക്സ് ആയിട്ടുള്ള വാട്ടറോ ഒക്കെ വരികയാണെങ്കിൽ അതിൽ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മളത് ചവിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് സിക്ക് ആൻഡ് വി വിൽ ഗെറ്റ് എഫക്റ്റഡ്. Okay dears, we will stop our session here. On the very next class we will continue. Okay, see you then. Bye.